ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി ഈ ആഴ്ച പ്രഖ്യാപിക്കും. മാർച്ച് 6-നോ 7-നോ പ്രഖ്യാപനം ഉണ്ടാകാനാണ് സാധ്യത. ഏപ്രിൽ 12-ന് ആദ്യഘട്ട വോട്ടെടുപ്പ് തുടങ്ങി മെയ് പകുതിയോടെ പൂർത്തിയാകും വിധമുള്ള സമയക്രമീകരണങ്ങളാണ് കമ്മീഷന്റെ അന്തിമ പരിഗണനയിൽ ഉള്ളതെന്ന സൂചന. 2014-ലെ തിരഞ്ഞെടുപ്പ് ഏപ്രിൽ 7 മുതൽ മെയ് 12 വരെയായിരുന്നു. മെയ് 15-നാണ് വോട്ടെണ്ണിയത്. ഏപ്രിൽ 10-നാണ് കേരളത്തിൽ വോട്ടെടുപ്പ് നടന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നാൽ ചുരുങ്ങിയത് 35 ദിവസത്തെ ഇടവേളയെങ്കിലും വേണം ആദ്യഘട്ട വോട്ടെടുപ്പ് നടത്താൻ. പ്രഖ്യാപനത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം, പത്രികാ സമർപ്പണം, സൂക്ഷ്മ പരിശോധന, പിൻവലിക്കാനുള്ള സമയം എന്നിവയെല്ലാം 21 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കും. പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് ശേഷമായിരിക്കും വോട്ടെടുപ്പ് നടത്തുക. രാഷ്ട്രപതി ഭരണത്തിലുള്ള ജമ്മു കാശ്മീരിൽ പൊതു തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുമോ എന്ന് വ്യക്തമല്ല. ക്രമസമാധാന നില വിലയിരുത്താൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അടുത്ത ദിവസം തന്നെ സംസ്ഥാനം സന്ദർശിക്കുന്നുണ്ട്. കിഴക്കൻ ഡൽഹിയിൽ നിന്ന് UP-യിലെ ഗാസിയാബാദിലേക്കുള്ള പുതിയ മെട്രോ പാതയുടെ ഉദ്ഘാടനം ഈ ആഴ്ച തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പാത മാർച്ച് 6-ന് ഉദ്ഘാടനം ചെയ്യുമെന്നാണ് കരുതുന്നത്. ഔദ്യോഗിക മുന്നറിയിപ്പ് പുറത്തുവിട്ടിട്ടില്ല. ഇതിനുശേഷമേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകാൻ ഇടയുള്ളൂ എന്നാണ് സൂചന. അതേസമയം തെരഞ്ഞെടുപ്പ് അടുത്തതോടെ പ്രചരണത്തിനായി പലവിധ മാർഗങ്ങൾ സ്വീകരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി ബൈക്ക് റാലിയുമായി BJP രംഗത്തെത്തി. രാജ്യമെമ്പാടും 3500-ഓളം ബൈക്ക് റാലികൾ സംഘടിപ്പിച്ചെന്നും 1 കോടിയോളം പ്രവർത്തകർ പങ്കെടുത്തുവെന്നും BJP അവകാശപ്പെട്ടു. BJP അധ്യക്ഷൻ അമിത്ഷായാണ് മധ്യപ്രദേശിലെ ഉമാരിയയിൽ ബൈക്ക് റാലി ഉദ്ഘാടനം ചെയ്തത്. നിയന്ത്രണ രേഖ കടന്ന് ഇന്ത്യ ബലാക്കോട്ടെ ഭീകരതാവളങ്ങൾ ആക്രമിച്ചതിൽ സംശയങ്ങൾ ഉന്നയിച്ച പ്രതിപക്ഷത്തിനെ അമിത്ഷാ വിമർശിക്കുകയും ചെയ്തിരുന്നു. ബൈക്കിന്റെ പിന്നിൽ കൊടിപിടിച്ചിരുന്ന അമിത്ഷായുടെ ചിത്രം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുമുണ്ട്. പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമനാണ് ഡൽഹിയിൽ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തത്. വിജയ് സങ്കൽപ് യാത്ര എന്ന പേരിലാണ് റാലി സംഘടിപ്പിച്ചത്. റാലിയിലൂടെ നരേന്ദ്രമോദി സർക്കാരിന്റെ നേട്ടങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനാണ് BJPക്ക് നിർദ്ദേശം നൽകിയത്. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൃത്യമായ സമയത്ത് നടക്കും എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും അറിയിച്ചു. പുൽവാമ ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം ഉലയുന്നത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുകയില്ല എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. വോട്ടിംഗ് യന്ത്രങ്ങൾ ആധികാരികമാണെന്നും സുതാര്യമായ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നതായും അദ്ദേഹം പറഞ്ഞു. ജനവിധി അനുകൂലമായാൽ വോട്ടിംഗ് യന്ത്രങ്ങൾക്ക് കുഴപ്പമില്ലെന്നും മറിച്ചായാൽ ക്രമക്കേടുണ്ടെന്നും പാർട്ടികൾ ആരോപിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി 3 ദിവസത്തെ ഉത്തർപ്രദേശ് സന്ദർശനത്തിലായിരുന്നു അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.